എങ്ങനെയാ എല്ലാവരും ന്യൂ ഇയർ ഒക്കെ അടിച്ചു പൊളിച്ച് ആഘോഷിച്ചോ? ഞങ്ങളുടെ ഒരു ചെറിയ ന്യൂ ഇയർ സെലിബ്രേഷൻ കാണാം ഫ്രണ്ടിൻ്റെ വീട്ടിലായിരുന്നു. ഞാനും അദൃശ്യം അവിടെ എത്തിയപ്പോഴേക്കും അവിടെ ഓൾമോസ്റ്റ് ഗ്രില്ലിംഗ് പരിപാടികളൊക്കെ കഴിയാറായിട്ടുണ്ടായിരുന്നു. ചിക്കൻ ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ കാടയും കൂടിയേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അതാണെങ്കിൽ ഫ്രിഡ്ജിൽ മസാല വെച്ച് വെക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചിക്കൻ്റെ ഗ്രില്ലിംഗ് പരിപാടി കഴിഞ്ഞ ശേഷം കാടയെ എടുത്ത് ഗ്രില്ലിലേക്ക് ഇടുകയാണ്. 1000 കോഴിക്കരക്കാട എന്നാണല്ലോ ചൊല്ല്. അങ്ങനെ ഇതാ കാട ഗ്രില്ലിങ്ങും കഴിഞ്ഞ് എല്ലാ പരിപാടികളും കഴിഞ്ഞ് എന്താ ഇത്ര അധികം ഫുഡൊന്നും നോക്കണ്ട, ഞങ്ങൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ചിക്കനുണ്ട്, കാടയുണ്ട്, ബീഫുണ്ട്, എല്ലാം ഉണ്ടായിരുന്നേ. ബീഫാണെങ്കിൽ ചില ഭാഗങ്ങൾ കുറച്ച് ഓവർ കുക്കായി പോയിട്ട് കുറച്ച് ബലം ഉണ്ടായിരുന്നേ. എന്നാലും കഴിക്കാൻ സൂപ്പറായിരുന്നു, അടിപൊളി ഫുഡായിരുന്നേ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ വാഴയിലയിലൊക്കെ ഇട്ട് അതൊക്കെ കഴിച്ച ശേഷം ചെറുതായിട്ട് പടക്കമൊക്കെ പൊട്ടിക്കാൻ വേണ്ടി പോയേ. മേശാപ്പൂ, കൊമ്പിത്തിരി ഇത്യാദികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ താഴേന്ന് കുറച്ച് കത്തിച്ച ശേഷം 12 മണി ആവാറായപ്പോഴേക്ക് മുകളിലേക്ക് കയറിയ ടെറസിൻ്റെ മുകളിൽ നിന്ന് നമ്മുടെ ആകാശത്തിൽ പോയി പൊട്ടുന്ന ഷോട്ട്സ് ഉണ്ടല്ലോ, അത് കത്തിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. കറക്റ്റ് 12 മണി ആയപ്പോൾ അത് കത്തിക്കുന്നുണ്ട്. എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അത് പൊട്ടാൻ വേണ്ടിയിട്ട്. കറക്റ്റ് 12 മണിക്ക് തന്നെ കത്തിച്ചു. എല്ലായിടത്തും പൊട്ടുന്ന ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നേ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ നോക്കി നിന്നു. നല്ല ഭംഗിയായിരുന്നേ കാണാൻ. കുറേ ഷോട്ട്സ് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അങ്ങനെ അതൊക്കെ ആകാശത്ത് പോയി പൊട്ടുന്നതൊക്കെ നോക്കി നിന്നു. മക്കളും എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ടു. അങ്ങനെ ഞങ്ങൾ പടക്കമൊക്കെ പൊട്ടിച്ച് 2026ലേക്ക് കാലെടുത്ത് വെച്ച് എല്ലാവരെയും വിഷൊക്കെ ചെയ്തു. കുറേ നേരം പൊട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. തണുപ്പത്ത് നല്ല രസമുണ്ടായിരുന്നേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ ശേഷം എല്ലാവരും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിഷ് ചെയ്തു. പിന്നെ കുറേ സമയം അവിടെ ഇരുന്നു കേട്ടോ. അങ്ങനെ പാട്ടൊക്കെ വെച്ച് ഞങ്ങളുടെ കുഞ്ഞു ഡാൻസർമാരുടെ ഡാൻസാണ് ഇത്. അങ്ങനെ അതൊക്കെ കണ്ട് സന്തോഷിച്ച് നല്ല രസമുണ്ടായിരുന്നേ. മക്കൾ കളിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.